അർബൻ സോഷ്യോളജി എന്ന് പറയുന്ന ഒരു കരിയർ ഉണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒന്നാണ്. അപ്പോൾ ഈ ടൗൺഷിപ്പുകൾ അറിയാലോ, ചൂരൽമലയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ ടൗൺഷിപ്പ് ഗവൺമെന്റ് വയനാട്ടിൽ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുന്ന നഗരങ്ങൾ, ഈ നഗരങ്ങളിൽ സാധ്യതയുള്ള ആവശ്യങ്ങൾ, അതിനൊക്കെ നമ്മൾ മുൻകൂട്ടി കണ്ട് കൃത്രിമമായിട്ട് ശാസ്ത്രീയമായിട്ട് വളരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയ. ഇതിൽ നമുക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. അവിടെ ഇപ്പോൾ അർബൻ സ്റ്റഡീസ് വരുന്നുണ്ട്, ദെൻ സോഷ്യൽ റിസർച്ചർ ആവശ്യങ്ങളുണ്ട്, അതേപോലെ NGO കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റുകൾ, ഇങ്ങനെ തുടങ്ങിയ ആളുകളെയൊക്കെ നമുക്ക് ഇപ്പോൾ പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ആളുകളെ നമുക്ക് അവിടെ ആവശ്യമുണ്ട്. ഇപ്പോൾ അർബനൈസേഷൻ, അതുപോലെ അർബൻ ഇക്കോളജി, ദെൻ മൈഗ്രേഷൻ സ്റ്റഡീസ്, ഇങ്ങനെ തുടങ്ങിയ മേഖലകൾ, ഇപ്പോൾ അർബൻ പോളിസി ആൻഡ് ഗവേണൻസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വരുന്ന ഒരു നഗരാസൂത്രണവുമായി ബന്ധപ്പെട്ട ഫീൽഡ്. അവിടുത്തെ ജനങ്ങളുടെ ജീവിതങ്ങളെ കുറിച്ചിട്ട്, അവിടെ വേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ട് ഒക്കെയുള്ള പഠനങ്ങളും ഡെവലപ്മെൻറ്റുകളും നിർമ്മാണങ്ങളും ഒക്കെയാണ് ഈ കോഴ്സിൽ വരുന്നത്. സാമൂഹ്യപരമായിട്ട് ജോലി ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ സേവന താല്പര്യമുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബെസ്റ്റ് ചോയ്സാണ്. അതുകൊണ്ട് ഒന്നുകിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് അർബൻ സോഷ്യോളജി എടുക്കാം, അല്ലെങ്കിൽ സോഷ്യോളജി എടുക്കാം, അല്ലെങ്കിൽ MSWയിൽ ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ ആയിട്ടും ഈ ഫീൽഡിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഈ കോഴ്സിനെ നമുക്ക് കാണാം. CUET എക്സാമിനേഷനൊക്കെ എഴുതിയിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും നമുക്ക് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓൾ ദ ബെസ്റ്റ്.